നമസ്കാരം. വികസനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരുപാട് പണമോ, വലിയ കെട്ടിടങ്ങളോ, അതോ നല്ല റോഡുകളോ? ഇന്ന് നമ്മൾ ഈ ആശയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം, വികസനം എന്നത് ഓരോരുത്തർക്കും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ കാണും. പിന്നെ പണം വെച്ച് വികസനം അളക്കുന്നതിനെപ്പറ്റി സംസാരിക്കും. അതിനുശേഷം വരുമാനം മാത്രമല്ല വികസനം എന്ന് മനസ്സിലാക്കും. തുടർന്ന് എന്താണ് മാനവ വികസന സൂചിക എന്ന് നോക്കും. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം: നമ്മുടെ ഈ വികസനം സുസ്ഥിരമാണോ? ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ വികസനം എന്ന് പറഞ്ഞാൽ? ഇതിന് എല്ലാവർക്കും സ്വീകാര്യമായ ഒരൊറ്റ നിർവചനം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തമായി ഭൂമിയില്ലാത്ത ഒരു സാധാരണ തൊഴിലാളിയുടെ വികസന സ്വപ്നങ്ങളായിരിക്കുമോ ഒരു വലിയ നഗരത്തിലെ സമ്പന്നയായ ഒരു പെൺകുട്ടിക്കുണ്ടാവുക? ഒരിക്കലുമല്ല, അല്ലേ? കാരണം വളരെ ലളിതമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പം നോക്കൂ, ഒരു ഗ്രാമത്തിലെ തൊഴിലാളിയെ സംബന്ധിച്ച് വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജോലിയും നല്ല കൂലിയും കിട്ടുന്നതാണ്. ഒരുപക്ഷെ കുട്ടികളെ നല്ല സ്കൂളിൽ വിടാൻ കഴിയുന്നതും. എന്നാൽ ഒരു വലിയ കർഷകന്റെ ലക്ഷ്യം അതായിരിക്കില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ വിളകൾക്ക് നല്ല വില കിട്ടുന്നതും മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നതുമൊക്കെയാവാം വികസനം. അതേസമയം നഗരത്തിലൊരു പെൺകുട്ടിക്ക് അവളുടെ സഹോദരന് കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നതായിരിക്കാം വികസനം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരാളുടെ വികസനം മറ്റൊരാളുടെ തകർച്ചയ്ക്ക് കാരണമായാലോ? ഉദാഹരണത്തിന്, ഒരു വ്യവസായിക്ക് കൂടുതൽ ഫാക്ടറികൾ തുടങ്ങാൻ വൈദ്യുതി വേണം. അതിന് പുതിയ അണക്കെട്ടുകൾ വരുന്നത് അയാൾക്ക് വികസനമാണ്. എന്നാൽ ആ അണക്കെട്ട് കാരണം സ്വന്തം വീടും ഭൂമിയും നഷ്ടപ്പെടുന്ന ഒരു ആദിവാസിക്ക് അത് വികസനമാണോ? ഒരിക്കലുമല്ല. അപ്പോ വികസനത്തിനിങ്ങനെ പല മുഖങ്ങളുണ്ടെങ്കിൽ പിന്നെങ്ങനെയാ നമ്മൾ രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുക? ഏത് രാജ്യമാണ് കൂടുതൽ വികസിതമായതെന്ന് എങ്ങനെ പറയും? ഇതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം പണമാണ്, അതായത് വരുമാനം. വേൾഡ് ബാങ്ക് പോലെയുള്ള വലിയ സംഘടനകൾ രാജ്യങ്ങളെ തരംതിരിക്കുന്നത് ഈ ഒരു അളവുകോൽ ഉപയോഗിച്ചാണ്: ആളോഹരി വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ അവിടത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശരാശരി കണക്കാണിത്. പക്ഷേ ഈ ശരാശരി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതൊരു ചതിയനാണ്. ഈ 2 സാങ്കല്പിക രാജ്യങ്ങളെ നോക്കൂ. രാജ്യം എ, രാജ്യം ബി. രണ്ടിടത്തെയും ശരാശരി വരുമാനം കൃത്യം 10,000 രൂപയാണ്. അപ്പോ ചോദ്യം ഇതാണ്: നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഇതിൽ ഏത് രാജ്യത്ത് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? രാജ്യം എയിലോ അതോ ബിയിലോ? രാജ്യം ബിയിൽ ഒരാൾക്ക് ഭയങ്കര വരുമാനമുണ്ട്, പക്ഷേ ബാക്കി 4 പേരും വളരെ ദരിദ്രരാണ്. എന്നാൽ രാജ്യം എയിൽ എല്ലാവർക്കും ഏതാണ്ട് ഒരേ വരുമാനമുണ്ട്. കണ്ടില്ലേ? ഇതാണ് ശരാശരിയുടെ പ്രശ്നം. അത് രാജ്യത്തിനകത്തുള്ള അസമത്വത്തെ അങ്ങ് മറച്ചുവെക്കും. ശരി, അപ്പോൾ ഈ ഒരു ആശയം നമുക്ക് ഇന്ത്യയിലെ തന്നെ ഒരു യഥാർത്ഥ ഉദാഹരണം വെച്ച് നോക്കാം. വരുമാനം മാത്രമല്ല വികസനത്തിന് പ്രധാനമെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാകും. ഇവിടെ ആളോഹരി വരുമാനം നോക്കുകയാണെങ്കിൽ ഹരിയാനയാണ് ടോപ്പിൽ. കേരളത്തെക്കാളും ബീഹാറിനേക്കാളും ഒക്കെ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും ഹരിയാനയാണ് ഏറ്റവും വികസിതമായ സംസ്ഥാനമെന്ന്, അല്ലേ? ആ കണക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ തോന്നൂ? പക്ഷേ കഥ അവിടെ തീരുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഈ കേബിളിലേക്കൊന്ന് നോക്കൂ. ഇവിടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. വരുമാനം കുറവാണെങ്കിലും കേരളത്തിൽ ശിശുമരണ നിരക്ക് ഹരിയാനയേക്കാൾ എത്രയോ കുറവാണ്. അതുപോലെ സാക്ഷരതയുടെ കാര്യത്തിലും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ. അപ്പോ യഥാർത്ഥത്തിൽ ആരാണ് കൂടുതൽ വികസിതമായത്? ഇതാണ് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ പോക്കറ്റിലുള്ള പണം കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു ജീവിതം ഉറപ്പാക്കാൻ പറ്റില്ല. കാരണം എന്താ? പണം കൊണ്ട് നമുക്ക് മലിനീകരണമില്ലാത്തൊരു അന്തരീക്ഷം വാങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണം നേടാൻ കഴിയുമോ? ഇല്ല. അതിന് നല്ല പൊതു സംവിധാനങ്ങൾ തന്നെ വേണം. അപ്പോൾ വരുമാനം മാത്രം പോരെങ്കിൽ പിന്നെന്താണ് ഒരു നല്ല അളവുകോല്? അവിടെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI വരുന്നത്. വികസനത്തെ കുറച്ചുകൂടി ശരിയായി അളക്കാനുള്ള ഒരു മാർഗമാണിത്. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയ ഈ സൂചിക 3 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. 1, ആരോഗ്യം, അതായത് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കുമെന്നുള്ളത്. 2, വിദ്യാഭ്യാസം. പിന്നെ 3-ാമത്തേത് വരുമാനം ഉപയോഗിച്ചുള്ള ജീവിത നിലവാരം. ഇത് 3ഉം ചേരുമ്പോൾ നമുക്ക് വികസനത്തിന്റെ കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം കിട്ടും. ഈ ഡാറ്റ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക HDI റാങ്കിങ്ങിൽ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ്. ബംഗ്ലാദേശ് പോലും ആളോഹരി വരുമാനം നമ്മളെക്കാൾ കുറവാണെങ്കിലും ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലും റാങ്കിങ്ങിലും നമ്മളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് കാണിക്കുന്നത് പണം മാത്രമല്ല പ്രധാനമെന്നാണ്.
ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്ന വികസനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമ്മൾ ഈ പോണ പോക്ക് ശരിയാണോ? നമ്മുടെ ഈ വികസനം സുസ്ഥിരമാണോ? അതായത് ഭാവി തലമുറയ്ക്ക് കൂടി ഗുണകരമാണോ? 4 മീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇന്ത്യയിലെ 300-ലധികം ജില്ലകളിൽ ഭൂഗർഭജലം ഇത്രത്തോളം താഴ്ന്നുപോയി. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുന്ന വേഗതയിൽ അത് തിരികെ നിറയുന്നില്ല. ഇതൊരു വലിയ അപായമണിയാണ്, അല്ലേ? ഇനി ഇത് നോക്കൂ, വെറും 47 വർഷം. നമ്മൾ ഇപ്പോഴത്തെ പോലെ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിലെ മൊത്തം ശേഖരം തീരാൻ ഏകദേശം ഇത്രയും വർഷങ്ങളെ ബാക്കിയുള്ളൂ എന്നാണ് കണക്ക്. അതിനുശേഷം എന്തു ചെയ്യും? നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സുസ്ഥിര വികസനം എന്ന ആശയത്തിന്റെ കാതൽ ഈ ഒരു വാചകത്തിലുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ലോകവും അതിലെ വിഭവങ്ങളും നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് വെറുതെ കിട്ടിയ സ്വത്തല്ല. അത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. അത് നശിപ്പിക്കാതെ അവർക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിന് തിരികെ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ നമ്മളിന്ന് മനസ്സിലാക്കിയതെന്താണ്? വികസനം എന്ന് പറഞ്ഞാൽ വെറും പണമോ കെട്ടിടങ്ങളോ മാത്രമല്ല. അത് എല്ലാവർക്കും നല്ല ആരോഗ്യവും വിദ്യാഭ്യാസവും തുല്യതയും എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അപ്പോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വികസനമെന്നാൽ എന്താണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.